ഹേമ കമ്മിറ്റി പുറത്തുവന്നതോടെ പല നടന്മാർക്കെതിരെയും പീഡനങ്ങളും നിരവധി ആരോപണങ്ങളുമാണ് ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇവ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെയും സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില സത്യാവസ്ഥകൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ റിപ്പോർട്ടിനോടൊപ്പം നിന്ന ചില താരങ്ങൾ നിലപാട് മാറ്റിയതിനെ കുറിച്ചാണ് അഷ്റഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ചൂഷണത്തിന് വിധേയമായ ഒരു സംവിധാനം സിനിമയിൽ നിലനിൽക്കുന്നുവെന്നാണ് ഒരു സത്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ എല്ലാവർക്കും ആ കാര്യം മനസ്സിലായി. ഏതെല്ലാം വൈകൃതങ്ങൾ കൊണ്ട് അഴുകി നാറുമോ അതിനപ്പുറം പുഴുത്ത സമ്പ്രദായമാണ് മലയാള സിനിമയിൽ ഇപ്പോൾ. എല്ലാവരും മോശമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല. 1000-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന സിനിമാ മേഖലയിൽ നിന്നും ഏകദേശം 60 പേരാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം 15-അംഗ പവർ ഗ്രൂപ്പാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്തവരുടെ ഭാവി തന്നെ ഇല്ലാതാക്കുമെന്നാണ് റിപ്പോർട്ടിൽ. ഈ പവർ ഗ്രൂപ്പിലുള്ളവരുടെ പേരോ മറ്റു വിവരങ്ങളോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടിട്ടില്ല. ഇതിനെക്കുറിച്ച് എനിക്കും വ്യക്തതയില്ല. എന്നാൽ പവർ കുറഞ്ഞ നിരവധി ഗ്രൂപ്പുകളുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയാം. തിരുവനന്തപുരം ഗ്രൂപ്പ്, മട്ടാഞ്ചേരി ഗ്രൂപ്പ്, എറണാകുളം ഗ്രൂപ്പ്, ലഹരി ഗ്രൂപ്പ്, അങ്ങനെ പലതുമുണ്ട്. ഇരകൾ കൊടുത്ത തെളിവുകൾക്കെല്ലാം ഭദ്രമായി ലോക്കറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിജീവിതയ്ക്കൊപ്പം അഭിമാനത്തോടെ എല്ലാ പിന്തുണയോടെയും നിന്ന കൂട്ടായ്മയാണ് WCC. അവർ പ്രതികരിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത്. അവരെ ഫെമിനിസ്റ്റുകൾ എന്ന് വിളിച്ചവർക്ക് ഇപ്പോൾ സമാധാനത്തോടെ ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. WCCയുടെ ഭാഗമല്ലാത്ത വനിതകളും അവർക്കൊപ്പം ശബ്ദമുയർത്തി. ഇരയുടെ പേര് വെളിപ്പെടുത്തരുതെന്നും കുറ്റം ചെയ്തവരുടെ പേര് പുറത്തു പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ അങ്ങനെ പറഞ്ഞവരുടെ ഇപ്പോഴത്തെ മലക്കം മറിച്ചിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരെയൊക്കെ പൊതുസമൂഹം ഇഷ്ടപ്പെട്ടിരുന്നത് അവരുടെ നിലപാടുകൾ കാരണമായിരുന്നു. സിനിമാ മേഖലയിൽ നവീകരണം വേണമെന്ന നിലപാട് തന്നെ ഉണ്ടായത് ഇത്തരം സംഭവങ്ങൾ നടന്നതുകൊണ്ടാണ്. തുറന്നു പറയുമ്പോൾ അവസരം കിട്ടുമ്പോൾ അവർ പറയട്ടെ. മുഖംമൂടികളെല്ലാം അഴിഞ്ഞു വീഴട്ടെ. ഈ റിപ്പോർട്ടിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു നിർമ്മാതാവ് ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചു. അദ്ദേഹം പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചെങ്കിലും അത് നിലനിന്നില്ല. ഒടുവിൽ അയാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ റിപ്പോർട്ടിനെ ഇല്ലായ്മ ചെയ്യാൻ മറ്റൊരു നടി കൂടി സുപ്രീം കോടതിയെ കക്ഷി ചേർന്നു. റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചിലരൊക്കെ ആഘോഷമാക്കി. ഭാരതം പത്മശ്രീ കൊടുത്ത് ആദരിച്ച ബാലചന്ദ്ര മേനോനെ പോലും വെറുതെ വിട്ടില്ല. തുണിക്കടയിൽ പാവയ്ക്ക് ദിവസവും തുണിമാറ്റുന്ന പോലെ നിരവധി യുവതികളെ നൂൽ വസ്ത്രമില്ലാതെ നിർത്തിയുള്ളത് ആ നടി കണ്ടെന്ന് കോമഡി പോലെ പറയുന്നു. അങ്ങനെ കോമഡി സ്കിറ്റിന്റെ രീതിയിൽ അവർ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹം അപമാനിതനാകുന്നു. മാനം തിരിച്ചു പിടിക്കാൻ അദ്ദേഹം കോടതിയെ ആശ്രയിച്ചു. കോടതി ബാലചന്ദ്രനൊപ്പം നിന്നു. ഇത്തരത്തിൽ കള്ളക്കേസുകൾ കൊണ്ടുവരുന്നവരെയും ശിക്ഷിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. മലയാള സിനിമയിലുള്ള എല്ലാവരും പ്രശ്നക്കാരല്ല. അങ്ങനെയുള്ളവരെ കണ്ടെത്തി പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.